പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ. സഖിയേ നീ കാണുന്നു എൻ മിഴികൾ നിറയും നൊമ്പരം, ഇന്നും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ. വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. കണ്ടു തമ്മിൽ ഒന്നു കണ്ടു, തീരാ മോഹങ്ങൾ തേടി നാം, സ്വപ്നം പൂവണിഞ്ഞു, മായാവർണ്ണങ്ങൾ ചൂടി നാം, ആവർണമാകവേ വാർമഴവില്ലു പോ മായുന്നുവോ മത്സഖി. ഇന്നും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. ഇന്നും ഓർക്കുന്നു ഞാൻ എന്നും ഓർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. പൂവേ നിന്റെ നെഞ്ചിൽ വേളി പൂക്കാലം പാടുമോ, നീയില്ല എങ്കിലും ജന്മമിന്നെന്തിനായി എൻ ജീവനെ ചൊല്ലു നീ. എന്നും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. ഇന്നും ഓർക്കുന്നു ഞാൻ എന്നും ഓർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്ക്
ദൂരേക്കു നീ മാഞ്ഞതല്ലേ സഖിയേ നീ കാണുന്നു എൻ മിഴികൾ നിറയും നൊമ്പരം ഇന്നും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് ഇന്നും ഓർക്കുന്നു ഞാൻ എന്നും ഓർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് പറയാതെ അറിയാതെ നീ പോയതല്ലേ മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ ദൂരേക്കു നീ മാഞ്ഞതല്ലേ സഖിയേ നീ കാണുന്നു എൻ മിഴികൾ നിറയും നൊമ്പരം ഇന്നും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാ നിന്നെ താരാട്ടു പാടിയുറക്കാം ഇതാ ഇതാ നിന്റെ അമ്മ സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ നിൻ വേദനയിൽ സഹനത്തിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തെളി നീരു നൽകാ ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ തിരുസഭയുടെ നാഥയാണമ്മ നിത്യം പരിശുദ്ധ മറിയമാമമ്മ ഇതാ ഇതാ നിന്റെ അമ്മ
പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ലോ, പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ. പാപച്ചേറ്റിൽ നീ പിടയുമ്പോൾ സാന്ത്വനമേകാൻ നിൻ കണ്ണീരൊപ്പാൻ നിന്നെ എന്നും മാറോടു ചേർക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ, തിരുസഭയുടെ നാഥയാണമ്മ, നിത്യം പരിശുദ്ധ മറിയമാമമ്മ. ഇതാ ഇതാ നിന്റെ അമ്മ. പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ലോ, പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ. പാപച്ചേറ്റിൽ നീ പിടയുമ്പോൾ സാന്ത്വനമേകാൻ നിൻ കണ്ണീരൊപ്പാൻ നിന്നെ എന്നും മാറോടു ചേർക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ.
ആയിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവർ അടിച്ചാലും അവരെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവർ അടിച്ചാലും അവരെന്നെ സ്നേഹിക്കുന്നു. ഞാനോർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോൾ എന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അവിടുത്തെ തിരുസാന്നിധ്യം, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ സമാധാനവും അവിടുത്തെ ദൈവമായ സാന്നിധ്യത്താൽ ആദ്യയുടെ അവസാനം ഈ ശുശ്രൂഷയും വന്നു ചേരുന്നവർക്ക് ആവശ്യമായിരിക്കുന്ന സമാധാനവും അങ്ങയുടെ കൃപ നൽകി എല്ലാം ചന്തോചിതമായ അവിടുത്തെ ദൈവമായ കൃപ നൽകി വൈദ്യങ്ങളെ ദൈവജാന്യത്തോട് ഉപമിച്ച ദൈവ കർത്താവേ, അവിടുത്തെ സ്നേഹത്തിനായിട്ട് അവിടുത്തെ സ്നാനത്തിനായിട്ട് സ്തോത്രം. കൃപ കൂടിയിരുന്നാൽ സർവ്വേശ്വര ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Oh
സകല ആശ്വാസങ്ങളുടെയും ഉറവും ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്തതും ആശ്വസിപ്പിക്കുന്നതുമായുള്ള വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്തോത്രം. ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ അവിടുന്ന് തലമുറയായിട്ട് ഞങ്ങളുടെ സങ്കേതമാണ്. അവിടുത്തെ ദിവ്യഹിതത്തിന്റെ ആലോചന പോലെ സകലവും നിവർത്തിക്കുന്നവനാണ്. അവിടുന്ന് നല്ലവനും നന്മയും ചെയ്യുന്നവനുമാണ്. യാദൃശ്യമായിട്ട് ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ഞങ്ങൾക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യാത്ത കർത്താവായാല് നന്ദിയോടുകൂടി സ്തോത്രം. അവിടെ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാണല്ലോ. ഞങ്ങൾക്ക് കഴിയുന്നതിലെ പരീക്ഷയില്ലാതെ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് നടി തന്നിരിക്കുന്ന ഒരു സ്തോത്രം. കർത്താവെ, ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും സന്ദർഭത്തിലെ ലാസറിന്റെ കല്ലടയ്ക്ക് എടുത്തു നിന്നുകൊണ്ട് കണ്ണീർ വറുത്തതാണ് കർത്താവ് ഞങ്ങളുടെ മധ്യയെ ഉള്ളുകൊണ്ട് നന്ദിയോടുകൂടി സ്തോത്രം. ഞങ്ങളുടെ വിങ്ങലും തേങ്ങലും ഞങ്ങളുടെ കണ്ണുനീരും അവിടുത്തെ കാണുന്നതുകൊണ്ട് നന്ദിയോടുകൂടി സ്തോത്രം. അവരുടെ കഷ്ടങ്ങൾ അവനവരോട് കൂടെ ഉണ്ടായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് നന്ദിയോടുകൂടി സ്തോത്രം. അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്. നിന്റെ പ്രവർത്തനത്തിന്റെ വിധം ഞങ്ങൾക്ക് മനസ്സിലാകില്ല, എങ്കിലും അവിടെ ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. യോബ് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് പറയുവാനും വിശ്വസിപ്പാനും ഞങ്ങൾക്ക് വിഷമമാണെന്നവരിലും അപ്രകാരം ചെയ്യുവാന് തിരുവനന്തപുരം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. തിരുവയിൽ തന്നെ അതിന്റെ മാതാപിതാക്കന്മാർക്കും പ്രിയപ്പെട്ടവർക്കും തിരുവേനി ദാനമായിട്ട് കൊടുത്തു. വൈദ്യുതി അവിടുത്തെ ദാനമായിരുന്നു. 2 വർഷത്തോളം എന്റെ മക്കൾക്ക് വൈദ്യുതിനോടുകൂടെ സന്തോഷിപ്പാനും കാണുവാനും ആനന്ദിപ്പാനും ഒക്കെയും കൊടുത്ത നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. നിന്റെ ദിവ്യവിചാരണയില്, നിന്റെ സമയത്ത്, നിന്റെ രീതിയില് ഞങ്ങൾക്കത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും വിശ്വസിപ്പാനും വിഷമാണെന്ന് വരികിൽ തന്നെയും
തിരുമേനി നിന്റെ ഹിതപ്രകാരം വൈകുന്നേരത്തിന്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തുകൊണ്ട് നന്ദിയോടുകൂടി സ്തോത്രം. ഈ പ്രിയ മാതാപിതാക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും അവരോട് ബന്ധപ്പെട്ടവരും അവരുടെ കൂട്ടായ്മയുള്ളവരും സഭയിലുള്ളവരുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിലേതാണ് ദുഃഖവും പ്രയാസവും ഉണ്ട്. എന്നാൽ ഈ സമയത്ത് ഞങ്ങൾ ജാതികളെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾക്ക് ആശ്വാസ വചനങ്ങളെ നടിച്ചെത്തിരിക്കുന്ന സ്തോത്രം. മനുഷ്യന്റെ വാക്കുകൾ കൊണ്ട് ആരെയും സമാധാനിപ്പിക്കാൻ സാധ്യമല്ലല്ലോ. അവയാൽ ഭയപ്പെടേണ്ട, ഞാനാകുന്നു എന്ന് പറഞ്ഞ് തങ്ങളെ മുക്കിക്കളയുവാൻ തുടങ്ങിയ തിരമാലകളുടെ മുകളിൽ കൂടെ കടന്നു വന്ന് ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ച ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ടിരുന്ന ആള മറിയുടെ കണ്ണുനീര് കണ്ട് മറിയെ എന്ന് വിളിച്ച് അവളെ ആശ്വസിപ്പിച്ച കർത്താവേ, ഭയന്നും ഉരച്ചും കൊണ്ട് യഹൂദന്മാരെ പേടിച്ച് കലവെടുത്തിരുന്ന ആളെ ശിഷ്യന്മാരുടെ മധ്യയിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, പത്മോസ് ദ്വീപിലെ ഏകനായിട്ട് കിടന്ന് ഭാരപ്പെടുന്ന ആളെ യോഹന്റെ അരികിലേക്ക് വന്ന് ഇതാ ഞാൻ മരിച്ചവനായിരുന്നു എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളെല്ലാവരെയും വിശിഷ്യ ദുഃഖത്തിനും ഭാരത്തിലും ഇരിക്കുന്ന ആളെ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും തിരുവേനി ദിവ്യമായുള്ള സമാധാനമുണ്ട്. ലോകം തരാത്തതും ലോകത്തിലെടുക്കുവാൻ സാധിക്കാത്തതുമാണ് സമാധാനമുണ്ട്. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ഈ ലോകത്തിൽ നിന്ന് ഒരു ദിവസം കടന്നു പോകേണ്ടവരാണ്. ഞങ്ങളുടെ നെറ്റിനുള്ളതാളുള്ള നിശ്ചയം പ്രാപിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ തിരുമേനി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ നേതൃത്വത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുന്നതോട് നന്ദിയോടുകൂടി സ്തോത്രം. വരുവാനുള്ളവർ, കാണുവാനുള്ളവരെ, സംബന്ധിപ്പാനുള്ള എല്ലാവരെയും തിരുമേനി കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സ്തുതിക്കുകയും മുഹത്തിരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ കർത്താവും രക്ഷാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ശത്രുക്കാഹളം യുഗാന്തകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാട്ടലെ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഈ അവസരത്തിൽ എന്ത് വാക്ക് പറയണമെന്ന് എനിക്ക് പറയാൻ പ്രയാസമാണ്. ഈ കുഞ്ഞിന്റെ ഓർമ്മ പറഞ്ഞാൽ തീരുകയില്ല. നാം മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഈ പിഞ്ചു പൈതലാണ്. എന്നാൽ 27 മാസത്തെ പ്രായമേ ഉള്ളൂവെങ്കിലും അത് 27 വയസ്സ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞിന്റെ തീരെ കുഞ്ഞിലെ തന്നെ അതിന് പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ അതിന് നന്നായിട്ട് തിരിച്ചറിയാമായിരുന്നു. അങ്ങനെ കുഞ്ഞിന്റെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ അതിന്റെ മുഖത്ത് തന്നെ ഒരു പ്രത്യേക ദിവ്യമായ ഒരു പ്രസാദം കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. കുഞ്ഞ് പറഞ്ഞിട്ടുള്ള വാക്കുകളും സംസാരവും പറഞ്ഞു തീർക്കുവാൻ പ്രയാസമാണ്. ഈ അവസരത്തിൽ പറയുവാനായിട്ടുള്ളത്, നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ യോബ് പറഞ്ഞ വാക്ക് മാത്രമേ ഉള്ളൂ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഹൃദയത്തിന് ഞങ്ങൾക്ക് വളരെ ദുഃഖവും പ്രയാസവും നെടുവീർപ്പുമുണ്ട്. ഈ അവസരത്തിൽ പിന്നെയും ഓർക്കുവാനായിട്ടുള്ളത്, ദാവീദ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇനിയും ചെന്ന് ആ പൈതലിനെ കാണും. ആ ഒരു പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. ആ പ്രത്യാശ കൊണ്ട് ദൈവം വിശേഷാൽ ഞങ്ങളെ ഓരോരുത്തരെയും അടയ്ക്കുന്നതിന് വേണ്ടി ദൈവജനങ്ങൾ പ്രത്യേക തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് പ്രിയമോള് ചാലിയെയും സോബിയെയും നമുക്ക് പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ വഹിക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് കൂടുതലായിട്ട് പറയുവാനായിട്ട് ശക്തിയില്ല. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ
ക്രിസ്തൻ ശോഭനായിപ്പാനുയർത്തുക ഭക്തഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ വേർവിളിക്കും നേരം കാണുമെങ്കിലും വേർവിളിക്കും നേരം കാണും വേർവിളിക്കും നേരം കാണും വേർവിളിക്കും നേരം കാണും വേർവിളിക്കും നേരം കാണും പേരും കാർത്തൻ വേക്കുരാപ്പകേലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ വാർത്തലത്തിൽ എന്റെ വേല കീർത്തി ജീവിതാന്ത്യത്തിൽ പേരിളിക്കും നേരം കാണുമെൻ പേരും പേരിളിക്കും നേരം കാണും പേരിളിക്കും നേരം കാണും പേരിളിക്കും നേരം കാണും പേരിളിക്കും നേരം കാണും പേരും. ഈ സന്ദർഭം വളരെ ദുഃഖം നിറഞ്ഞതാണ്. വേർപാട് വാസ്തവമായിട്ടും ദുഃഖമേറിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. ഹല്ലേലൂയ പാടിയിടും ഞാൻ ഘോഷമായിട്ടൊന്നു എന്റെ പാദം ചെയ്യില്ല എന്റെ അവലാടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ അവലാടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദാമിയുടെ രണ്ടാമത്തെ അമ്മാച്ചനാണ് ഞാൻ. അലക്സിസ് മോൾ പല നിലയിലും ഒരു അസാധാരണ കുഞ്ഞാണ് എന്ന് എടുത്തു പറയാതിരിക്കുവാൻ തരമില്ല. പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, മാതാപിതാക്കൾ എന്ന് മാത്രമല്ല ബന്ധുമിത്രാദികൾക്കും പരിചയപ്പെട്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഒരു കണ്ണിലൂണിയായിരുന്നു ഈ പ്രിയ മകൻ. രണ്ടാമത്തെ കാര്യം, ഇത്രയും ഹ്രസ്വമായിരിക്കുന്ന ഒരു കാലയളവിനുള്ളിൽ ഇത്രയധികം വ്യക്തികളുടെ മനസ്സിനെ കവരുകയും ഇത്രയധികം വ്യക്തികളുടെ മനസ്സിന് ആഘാതം പകർന്നു കൊടുക്കുകയും ചെയ്ത ഒരു കുഞ്ഞ് ഇതുപോലെ ലോകത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് ഒരു സംശയമാണ്. കേവലം 2 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ തന്നെ വേദപുസ്തകത്തിലെ ചെറിയ വാക്യങ്ങൾ ഒന്ന് ആരംഭിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രിയ മകൾ ഉദ്ധരിക്കുമായിരുന്നു. അക്ഷരമാല പറയുവാനായിട്ട് തുടങ്ങി ഈ പ്രായത്തിൽ തന്നെ. എല്ലാ നിലയിലും നോക്കിയാൽ അസാധാരണമായിരിക്കുന്ന ബുദ്ധിയും കഴിവും നിക്ഷിപ്തമായിരുന്ന ഒരു കുഞ്ഞായിരുന്നു. പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഇവളുടെ ഓട്ടവും ചാട്ടവും സംസാരവും ഒക്കെ കണ്ടിട്ട് ഇവൾ ആരായി തീരും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. നാം പറയുന്നത് പോലെ ഒരു തോട്ടക്കാരൻ കടന്നു വരുമ്പോൾ ഏറ്റവും മനോഹരമായിരിക്കുന്ന പുഷ്പമാണ് എടുക്കുന്നത്.
അതുപോലെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം തന്റെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന മകളെ തന്റെ സന്നിധിയിലേക്ക് ചേർത്തു എന്ന് മാത്രമേ പറഞ്ഞ് ആശ്വസിക്കുവാനായിട്ട് പറയുന്നു. സഭാപ്രസംഗി 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ് അവിടെ കുറിച്ചിരിക്കുന്നത്. അറിയാണ്, He has made everything beautiful in His time. He has made everything beautiful in His time. Even this act of God that He has taken Alexis to be with Him, that He has done beautifully well in His time. If you go through that word, Bible verse, coming down to the end of that verse, it is written, but man cannot understand the work of God. Man cannot understand the work of God. You know, any human being living in this world, they will do at some time some mistake in their life. But our God, the creator of the whole universe, who has given breath to each one of us who are seated here, He will never make a mistake. He knows what is good for us. That's why He has taken Alexis to be with her. And as John said, and that the verse was recited by many here, we can only say that the Lord has given, the Lord has taken, that His name be glorified. One day He is going to come back, and at that time, when the trumpet of the Lord shall sound, those who are dead in Christ shall rise again. And at that time, we are sure that Alexis will be caught up together to meet the Lord in the midair. If anyone of us who are seated here do not have this hope in their life, put your trust in Jesus Christ. We do not know when the death will come. Death is certain, but only thing is certain is not the time. When that will visit us, we do not know. Let us be prepared to meet the Lord any time when He comes. May His name be glorified. ലോകസൗഖ്യമെന്തു തരൂ ആത്മാക്ലേശമതിഫലം സൗഭാഗ്യമുള്ളാത്മാജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു സൗഭാഗ്യമുള്ളാത്മാജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു ജീവനത്തിൽ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി ഉള്ളിലെ നൂലുണ്ടു തേജസ്സേറും കൂടാരത്തിനകത്തുണ്ട് ശൈലയായും ഉണ്ടാവിടേ കൂടാരത്തിനകത്തുണ്ട് ശൈലയായും ഉണ്ടാവിടേ. ചാർലിയുടെ ഒരു കൊച്ചപ്പനാണ് ഞാൻ. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുള്ള കഴിവോ ധൈര്യമോ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ പ്രിയ പൈതലിനെ കുറിച്ച് എത്രമാത്രം പറഞ്ഞാലും ഈ ജീവിതം മുഴുവൻ പറഞ്ഞാലും തീരാത്ത മാത്രം അത്രമാത്രം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. ഇന്ന് ഈ ശുശ്രൂഷയോട് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു വർക്കിംഗ് ഡേ ഒക്കെയാണ്, അധികം ആളൊന്നും കാണുകയില്ല, എല്ലാം ഇവിടെ കുഞ്ഞായി നടത്തുന്നു. എന്നാൽ ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും പേര് ഇവിടെ കൂടിയതിൻ്റെ കാരണം ഞങ്ങളുടെ പൈതൽ എല്ലാവർക്കും എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഞങ്ങൾ ഓർത്തിരുന്നത് ഞങ്ങളുടെ ഭവനത്തിൽ അവൾ പ്രിയപ്പെട്ടവളായിരുന്നു എന്നാണ്. എന്നാൽ
അവളെക്കുറിച്ച് പറഞ്ഞവരൊക്കെയും അവളവിടെ ചർച്ചിൽ എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു, സമൂഹത്തിൽ എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു സാക്ഷിയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ. കേവലം 2 വർഷം മാത്രമേ അവളെ വളർത്തുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചുള്ളൂ എങ്കിൽ തന്നെയും ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഓർക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ അമ്മയുടെ മനസ്സിലൊക്കെയും തന്നിട്ടാണ് അവൾ കടന്നുപോയത്. അതേക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചതുപോലെ അവളുടെ 2ാമത്തെ ജന്മദിനത്തിന് ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്ന് ആദ്യമായിട്ട് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തത് യേശു കണ്ണുനീർ വാർത്തു എന്നുള്ള വാക്യമാണ്. ഒറ്റ പ്രാവശ്യം ഞാനത് പറഞ്ഞു കൊടുത്തു. 2ാമത്തെ പ്രാവശ്യം യേശു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൾ റിപ്പീറ്റ് ചെയ്യുവാൻ അത് തുടർന്ന് അവള് ഒരു പ്രാവശ്യം പോലും അവൾ പറഞ്ഞു കൊടുക്കാൻ ഇടവരാതെ അവളത് മറക്കാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ പല വാക്യങ്ങളും അവള് ഉരുവിടുന്നത് കേട്ട സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ മൂർഖനെ തന്നു രക്ഷിച്ചു നീ നിർമ്മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു നിർമ്മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു ഈ ലോകത്തിൽ വന്നേശു എന്റെ മറുപടിക്കാൻ സമീപിച്ചു വളരെ നിശ്ചയമുള്ള ഒരു യാത്രയിൽ നാം ഇവിടെ കൂടിയിരിക്കുന്നു. സാധാരണ ഇത്തരം യാത്രയായപ്പോഴും മരിച്ചവർ എവിടേക്ക് പോകുമെന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് ആർക്കും നിശ്ചയമില്ല. അവരുടെ മനസാക്ഷി എന്തായിരുന്നുവെന്ന്, അവരുടെ ഹൃദയം എവിടെയായിരുന്നുവെന്ന്, ദൈവസന്നിധിയിൽ അവർക്കുള്ള സ്ഥാനം എന്തായിരുന്നുവെന്ന്, അവർ സ്വർഗരാജ്യത്തിൽ കാണപ്പെടുമോ എന്നൊന്നും നമുക്കൊരു നിശ്ചയമില്ല. നല്ല വാക്കുകളൊക്കെ പറഞ്ഞ്, മനോഹരമായ വാക്കുകളൊക്കെ പറഞ്ഞ്, അവരെക്കുറിച്ചുള്ള നന്മകളൊക്കെ പറഞ്ഞ് നാം അവരെ യാത്രയയക്കും. എന്നാൽ ഇവിടെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. നമുക്കൊരു നല്ല നിശ്ചയമുണ്ട്. ഈ കുഞ്ഞ് എവിടേക്കാണ് യാത്ര പോയത്? നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് സത്യമെങ്കിൽ സ്വർഗരാജ്യത്തിൽ ഈ പൈതൽ എത്തിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രത്തോളം നിശ്ചയമുള്ള ഒരു യാത്രയായിരിക്കും. നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ, അമേരിക്കയിലേക്ക് പുറപ്പെടുമ്പോൾ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ യാത്ര അനിശ്ചിതമാണ്. അവിടെ എത്തിയെങ്കിൽ എത്തിയെന്ന് പറയാൻ പറ്റും. പക്ഷേ എത്രയോ നിശ്ചയമുള്ള ഒരു യാത്രയായിരിക്കുന്നു ഇത്. ദൈവസന്നിധിയിലേക്കുള്ള യാത്ര. ആർക്കും മറുത്തു പറയുവാൻ കഴിയാത്ത വിധം, ആർക്കും സംശയമുണ്ടാകാത്ത വിധത്തിലുള്ള ഒരു യാത്ര. ആ ഒരു വലിയ ആശ്വാസവും ആ വലിയ പ്രത്യാശയുമാണ് ആർക്കും സഹിക്കാനാവാത്ത ഈ ദുഃഖവേളയിൽ നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കേണ്ടത്. മോളെ കുറിച്ച് സാധാരണ ഞാൻ അത്രയധികമൊന്നും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാറില്ല. കൊച്ചുമക്കളുണ്ടായി വരുമ്പോഴാണ് കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത്. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഓർമ്മകളിൽ ഒന്ന് കയറിയാൽ ഓർമ്മകളിൽ നിന്ന് വിട്ടുപോകാത്ത ഒരു കുഞ്ഞ്. കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യയോട് പറയുകയായിരുന്നു, ഒരു ദിവസം ഒരു വളപ്പൊട്ടുമായി പള്ളിയെമ്പാട് ഓടി നടക്കുന്നു. ഇങ്ങേ മനെ അത് കള എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു പോകുന്നു കുഞ്ഞ്. അസാധാരണമായ പ്രതിഭയുള്ള, അസാധാരണമായ വൈഭവമുള്ള ഒരു കുഞ്ഞ് എന്ന നിലയിലാണ് അലക്സിസിനെ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. പുനരുത്ഥാന നാളിൽ അവളെ കാണാമെന്ന്. പുനരുത്ഥാന നാളിൽ അവളെ എങ്ങനെയാണ് കാണുന്നത്? കൊച്ചു പാലാഖിയെ പോലെ എന്റെ എന്നുകളെ സ്വീകരിക്കുവാൻ ഓടി അണിയുന്ന അലക്സിസിനെ നമുക്ക് കാണാം. ആ വലിയ പ്രതീക്ഷയും പ്രത്യാശയും നമുക്ക് സൂക്ഷിക്കാം. CSI ക്രൈസ്റ്റ് ചർച്ച് ഇൻ പെൻസിൽവേനിയ എന്ന ഈ സഭയുടെ എല്ലാ ആളുകളെയും, എല്ലാ കുടുംബങ്ങളെയും, കുഞ്ഞുങ്ങളെയും എല്ലാം പ്രതിനിധീകരിച്ച് ഞങ്ങൾ അലക്സിസ് മോളെ
സന്തോഷത്തോടെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കി. കുടുംബത്തോടുള്ള ഞങ്ങളുടെ ദുഃഖവും വേദനയും ഞങ്ങൾ ഹൃദയവും പങ്കിടുന്നു. പ്രാർത്ഥനയുടെ കരങ്ങളിൽ അവരെ ഉയർത്തുന്നു. നമുക്ക് ഒന്നിച്ച് ഈ വേദന പങ്കിടാം. ദൈവം തന്റെ സകല ബുദ്ധിയെ കവിയുന്ന സമാധാനം അവരുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ ഒരുപോലെ ക്രിസ്തുവെ യേശുവിൽ കാക്കുമാറാകട്ടെ. ഈ ലോകത്തിൽ വന്നേശു എന്റെ മാറൊഴിപ്പാൻ സഹിച്ചു പ്രഭു. വീരകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ നിജമാരണവും കണ്ണുമണിയാതെ ആർക്കും കടന്നു പോകാൻ സാധിക്കാതെ ഈ ശുശ്രൂഷകളും സംബന്ധിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് യാത്ര പുറപ്പെട്ട നമ്മുടെ കൊച്ചുകുഞ്ഞിനെ സംബന്ധിച്ച് അനേകം സുന്ദരങ്ങളായ ഓർമ്മകൾ ആ കുഞ്ഞുമയുടെ വീട്ടിലുള്ള ചെറുപ്പം. ഞാൻ ഒരിക്കലും ഈ കുഞ്ഞിനെ കണ്ടിട്ടില്ല, ബന്ധപ്പെടേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. പട്ടക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ പള്ളികളുടെ വലിയ അലങ്കാരം. ഒരു ശുശ്രൂഷയിൽ ആരംഭിച്ചപ്പോൾ മുതൽ ദേവാലയങ്ങളിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ഞങ്ങളോടൊപ്പം കയറിയിരിക്കുകയും ആരാധന കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം കഴിക്കാനായിട്ട് വരികയൊക്കെ ചെയ്യുന്ന ആ വലിയ സന്തോഷം ഞങ്ങൾക്ക് വലിയ വിലമതിക്കാനാവുന്നത്. ഈ ചെറുപ്രായത്തിൽ ഈ കുഞ്ഞെങ്ങനെ എന്തുകൊണ്ട് കടന്നുപോയി എന്ന് നമുക്ക് പലപ്പോഴും ദുഃഖിച്ചൊക്കെ ചോദിക്കാമെന്ന് ചോദിക്കുന്നു. തന്നെ കടന്നുപോയതല്ല എന്ന് നമുക്കറിയാം. ഇത് അതിന്റെ ആയുഷ്കാലം ചുരുക്കമാണ് എന്നുള്ളത് ആ തരത്തിലല്ല നാം കാണേണ്ടത്. അത് ദൈവത്തിന്റെ ദാനമായ ആയുസാണ്. അതെത്രയെന്ന് എന്റേതോ നിങ്ങളുടേതോ ഒന്നും ചുരുക്കമെന്ന് പറയാനാവുന്നതല്ല. മിടുക്കുള്ള ആളുകൾ ഓട്ട മത്സരത്തിൽ ആദ്യം ഓടി. ഈ കൊച്ചുകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമ്മേക്കാളേറെ പ്രാഗൽഭ്യമുള്ള പ്രതിഭയുള്ള ഒരു കുഞ്ഞായിരുന്നു. അത് തന്റെ ഓട്ടം നേരത്തെ ഓടി രക്ഷകന്റെ സന്നിധിയിലെത്തി അവിടെ ആശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, കർത്താവ് കൽപ്പിച്ചു മരണത്തെക്കുറിച്ച്. പുനരുത്ഥാനത്തിൽ അവർ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, അവർ പുനരുത്ഥാനത്തിൽ ഒരു മാലാഖമാരെ പോലെ യാത്രയെന്ന്. മരണത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ രണ്ടാമത്തെ പഠിപ്പിക്കൽ ലാസറിന്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. തന്നെ ദരിദ്രനായ ലാസറിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, അവൻ മരിച്ചു, മാലാഖമാർ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി, അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഈ കൊച്ചുകുഞ്ഞിനെ കുറിച്ച് മനസ്സിലാക്കണം. ഈ കുഞ്ഞ് കടന്നു പോകുന്നത് മാലാഖമാരെ പോലെയാകും. മാലാഖമാരുടെ സ്ഥാനത്തേക്കാണ് ഈ കുഞ്ഞ് കടന്നു പോകുന്നത്. ഇവിടെ വഹിച്ചുകൊണ്ട് പോകുന്നത് ദൈവത്തിന്റെ മാലാഖമാർ.
പിന്നെ കടന്നു പോകുന്ന സ്ഥലത്തെക്കുറിച്ച്, ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചൊന്നും നമുക്ക് പതർച്ചയുടെ ആവശ്യമില്ല. ദൈവം കൽപ്പിച്ച സ്ഥാനത്ത് അവിടെ ഏറ്റവും വിശ്വസ്തയോടെ ലോകത്തിന്റെ നന്മകളൊന്നും അറിയാതെ കറപുരളാതെ കടന്നു പോകുവാൻ സാധിച്ചു. അതിന് അവിടെ ഒരിക്കൽ മാതാപിതാക്കൾ വിജമിച്ച് യുദ്ധമുദ്രാദികളേവർ ഇടവക അതൊക്കെ അനുഗ്രഹകരമായ ഒരു പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിലെത്തി ആശ്വസിക്കുന്ന ആ മകൾ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിരിക്കട്ടെ. നമ്മുടെ ഈ ദേശത്തുള്ള എല്ലാ ഇടവകൾക്കും ഇവിടെ കടന്നു വന്നിരുന്ന എല്ലാവർക്കും അത് നല്ല ഓർമ്മയായിരിക്കട്ടെ. ദുഃഖിച്ചിരിക്കുന്ന വിധുമിത്രാദികളോട്, പ്രത്യേകിച്ച് മാതാപിതാക്കളോട്, സഹോദരി സഹോദരങ്ങളോട് ഒക്കെ എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ പേരുള്ള അനുശോചനം അറിയിക്കും. അതോടൊപ്പം തന്നെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെയും സെന്റ് പോൾസ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെയും അനുശോചനങ്ങൾ അറിയിക്കും. ദുഃഖിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് നിങ്ങളുടെ മുഖത്ത് നിന്ന് ദുഃഖവും കടനയും നീക്കിക്കളയുകയും ദൈവത്തിന്റെ അനന്തമായ സമാധാനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാം ധൃതിയിലായിരുന്നു അവിടെ ചെയ്തതെന്ന് ഇപ്പോൾ ഓർക്കുന്നു. ഒരു വർത്തമാനം പറയാനായിട്ട് തുടങ്ങി, നേരത്തെ ഓടി നടക്കാനായിട്ട് തുടങ്ങി. 2 വയസ്സുണ്ടായിരുന്നുള്ളെങ്കിലും അവള് ഒരു 10 വയസ്സുള്ള കുഞ്ഞിൻ്റെ ജയിച്ചൊരുത്തി അവൾക്കുണ്ടായിരുന്നെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് എനിക്ക് 4:13 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വാക്കുകളേക്കാൾ വികാരങ്ങൾക്ക് ഏറെ തീവ്രതയും ആഴമുള്ള ഒരു സമയമാണിത്. നമ്മൾ അധികം പേർക്കും അകാലത്തിൽ ലോകത്തിൽ എടുക്കപ്പെട്ട ഒരു പൈതലിന്റെ മരണമാണിത്. എന്നാൽ മാതാവിനും പിതാവിനും അതിനേക്കാൾ ഏറെ അർത്ഥം വേർപാടുന്നുണ്ട്. തങ്ങളുടെ കഴിഞ്ഞ കാല കഥകളേക്കാൾ ഭാവികാല കഥകൾ ഈ പൈതലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയം. വാക്കുകൾ പറയാനായിട്ടുള്ള ശക്തിയില്ല. എന്നിരുന്നാലും ഇതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾ പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ എല്ലാ രീതിയിലും പുരാതന കഴിവുണ്ടായിരിക്കുന്ന പൈതലാണ്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വീടുകളിൽ കേട്ടുകൾ വയ്ക്കുമ്പോൾ ഈ കുഞ്ഞായിരുന്നു അത് ഏറ്റവും സന്തോഷകരമായി കേൾക്കുന്നു. അവരുടെ സംസാരവും അവരുടെ ചിരിയും അവരുടെ ഓരോ പ്രവൃത്തിയും എല്ലാവരെയും സന്തോഷിക്കുന്നതായിരുന്നു. എന്നാൽ ഞങ്ങൾ വളരെ സന്തോഷത്തിന് പുറകെ ദുഃഖം പതിയിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ആരും പറഞ്ഞിരുന്ന കാര്യമല്ലായിരുന്നു. എന്നാൽ ദൈവം പൈതലിനെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കുവാനായിരുന്നു ദൈവത്തിന് പ്രസാദം തോന്നിയത്. നമ്മോട് പോലെ യോഗ പറഞ്ഞ പോലെ തന്നു എടുത്തു അങ്ങനെ നാം വായിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കുമ്പോൾ വേറൊരുപാട്ടിന്റെ അടിയോർക്കുകയാണ്. നീ തരുന്ന ശോധനകൾ, വേദനകൾ നന്ദി എന്ന് നാളുകൾ കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ആ നന്മയുടെ വശം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ നാളുകൾക്ക് ശേഷം ദൈവം നന്മയുടെ വശങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളത് സംശയമില്ല.
ആ പാട്ടിൻ്റെ പാടിക്കൊണ്ട് ഞാൻ വാക്കുകൾ നീ തരുന്ന ശോധന വേദനകൾ നന്മയെന്ന നീ തരുന്ന ശോധന വേദനകൾ നന്മയെന്ന നാളുകൾ കഴിഞ്ഞിടുമ്പോ നാരായണവിങ്ങിടുന്നേ നാളുകൾ കഴിഞ്ഞിടുമ്പോ നാരായണവിങ്ങിടുന്നേ എന്നിനിയും വന്നു ചേർന്നിടും നിന്നരികിൽ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും. നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനമാണ്. വേർപാട് തികച്ചും വേദനാജനകമാണ്. തികച്ചും നമ്മളെ വിട്ട് കടന്നുപോയ ഈ പ്രിയവിന് വളരെ ആകസ്മികമായിട്ടാണ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായത്. മാതാപിതാക്കളെയും ഇതിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട എവരെയും സംബന്ധിച്ചിടത്തോളം തികച്ചും താങ്ങാവുന്നതിലധികമായ വേദനാജനകമായ നിമിഷങ്ങളാണ്. പ്രിയപ്പെട്ടവർക്ക് വലിയവനായ ദൈവം ആശ്വാസവും സമാധാനവും സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനവും നൽകി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഇപ്രകാരമുള്ള വേദനാവേളകളിൽ എന്തുകൊണ്ട് ദൈവം ഇപ്രകാരം അനുവദിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. പിറവിക്കുരുടനായ മനുഷ്യനെ കണ്ടതായിട്ടുള്ള അവസരത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ ആരാണ് പാപം ചെയ്തതെന്ന് ചോദിക്കുകയുണ്ടായി. യേശുത്താവ് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ എന്നാണ് യേശുത്താവ് പറയുവാനായിട്ട് ഇടയായത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് എന്നുള്ളത് മനുഷ്യമായ നിലയിൽ നാം ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ പലപ്പോഴും എന്തുകൊണ്ട് എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ നിമിഷം ഉത്തരം പറയാനായിട്ട് സാധിക്കുകയില്ല എങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിവാകേണ്ടതിനായിട്ടാണ്. ദൈവം അറിയാതെ നാം പാടാറുണ്ടല്ലോ, എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല എന്നുള്ളത് നാം പാടാറുള്ളതായ പാട്ടാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യവും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടിയായിരിക്കും. ദൈവം ഈ മരണമെന്ന് പറയുന്നത് തികച്ചും നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിവാകേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ സമയത്ത് കുഞ്ഞിനെ തിരുസന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തു. ഈ കഷ്ടപ്പാടും പാപവും ഒക്കെയും നിറഞ്ഞ ലോകത്തിൻ്റെതായുള്ള യാതൊരുവിധമായ കളങ്കവും യേശാദവണ്ണം ഈ ലോകത്തിൽ വളരെ നിഷ്ഫലമായിട്ട് ജീവിച്ചു തീർക്കുന്ന സമയത്ത് തിരിച്ച് വിളിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർത്തു. വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന പ്രിയ ഭവനത്തിലെ പ്രിയപ്പെട്ട ഏവരെയും ഒരുവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ നിറച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. C4 ന്യൂയോർക്ക് CSI ഗ്രേറ്റ് കോൺഗ്രിഗേഷൻ ഓഫ് ന്യൂയോർക്കിൻ്റെ പേരിലുള്ള എല്ലാ അനുശോചനവും അറിയിച്ചോളും ഒരു വാക്കുകൾ നൽകുന്നു. അകാലത്തിൽ സംഭവിച്ച ഈ വലിയ വേർപാടിൻ്റെ നിമിഷങ്ങളും ഈ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഇവിടെയുള്ള സഭയോടും മലയാളി സമൂഹത്തിൻ്റെ ദുഃഖത്തിൽ ഞാൻ വാസ്തവമായിട്ട് പങ്കുചേരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഒരു രാത്രി താമസിച്ചത് മനോജിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ താമസിച്ചപ്പോൾ ഈ പെണ്ണിൻ്റെ വല്യപ്പച്ചനിൻ്റെ ജിമ്മിച്ച് വളരെ വേഗം ഈ കുടുംബവുമായിട്ടുള്ള ഒരു ആഴമായ സ്നേഹബന്ധം ആരംഭിക്കുവാനായിട്ട് അവസരം ലഭിച്ചു. അതുകൊണ്ടാണ് ഇന്നിവിടെ വരുവാനും കുറഞ്ഞ പക്ഷം കാണാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് ഞാൻ സാധിക്കുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഈ കുടുംബത്തെ പരിചയപ്പെട്ടു. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന പട്ടക്കാരനായിരിക്കുന്ന കമ്മ്യൂണിറ്റി ഇടവക വണ്ണം ഇത് ഒരു ഇടവകയാണ്. കുടുംബങ്ങളെ എനിക്കറിയാം.
ഇവിടെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മാതാവിനെ പിതാവിനെ. അതുകൊണ്ട് ഞാൻ പള്ളം ജില്ലയുടെ ഞങ്ങളുടെ സഭയുടെ അനുശോചനം അർപ്പിക്കുന്നു. മതികളുടെ മഹായുടെ വകയിൽ ഇപ്പോൾ ഇവിടെ പ്രതിനിധിയായിട്ടുള്ളതുകൊണ്ട് മഹായുടെ വകയുടെ അനുശോചനം അറിയിക്കാനായിട്ട് ഈ സമയം ദൈവം നമുക്കെല്ലാവർക്കും ഈ സഭയ്ക്കും അവർക്കും എല്ലാവർക്കും വാക്കുകൾ ചുരുക്കുന്നു. ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയ പൈതൽ ഇങ്ങനെയായിട്ട് പൈതലിൻ്റെ യാത്ര എൻ്റെ വിശ്വാസത്തെ ഒന്നുകൊണ്ട് ചുരുക്കിക്കുന്നതായി അനുഭവമാണ്. ദൈവം ദുഃഖസാന്ദ്രമായ സമയത്ത് വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. തോമസ് കമ്മനച്ചൻ പറഞ്ഞ ആ ചിന്തയാണ് എൻ്റെ മനസ്സിൽ കടന്നു വന്നത്. കാരണം ദൈവരാജ്യത്തോട് ഏറ്റവും അടുപ്പിക്കുന്നത് പൈതങ്ങളാണ്. യജമാനൻ തൻ്റെ തോട്ടത്തിൽ നിന്ന് തനിക്ക് ഇഷ്ടമുള്ള പൂ പറിച്ചപ്പോൾ നമുക്ക് ചോദിക്കുവാനോ അരുത് എന്ന് പറയുവാനോ നമുക്ക് സാധിക്കുകയില്ല. ആ ദൈവഹിതത്തിന് സമ്മതപൂർവം അംഗീകരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. വേർപാട് ദുഃഖവും നിരാശയും ഉണ്ടാക്കുന്നത് ഈ പൈതല് 2.5 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം അവസരം നൽകി. അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് നൽകുന്ന മാതൃക, അതിലുപരിയായി ദൈവരാജ്യത്തിൽ മുഖാമുഖമായി കാണുമെന്നുള്ള പ്രത്യാശ, അതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്നത്. ദൈവ പൈതലായി ജീവിച്ചു വളർന്ന് ക്രിസ്തീയ മാതൃകയുള്ളവരായി തീരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ട്രിനിറ്റി CSI ചർച്ച് പാർക്രിഡ്ജ് ആൻഡ് എലിസബത്ത് സഭയുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും പേരുള്ള അനുശോചനം പ്രിയ കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ദൈവം നിങ്ങളെ അധികമായി അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ തന്നെ അനുഗ്രഹിക്കുന്നതാണ്. ഈ പൈതല് പഠിച്ചതായ ഒരു വേദവാക്യയുടെ ഉദ്ധരിക്കുകയുണ്ടായി. യേശു തന്നെ അത് നമ്മെപ്പോലെ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചതായിട്ടുള്ള നമ്മുടെ കർത്താവ് മരണത്തിന്റെ അനുഭവങ്ങളിലൂടെ തികച്ച യൗവനാവസ്ഥയിൽ കടന്നുപോയ നമ്മുടെ കർത്താവ് എല്ലായ്പ്പോഴും നമ്മുടെ അരികിലുണ്ട്. ഈ സമയത്ത് നമ്മോട് കൂടെ ചേർന്ന് ദുഃഖിക്കുകയും നമുക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്ന് നമുക്ക് ഓർക്കാം. ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഈ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്ന് ഉയർത്തുന്നേറ്റിൽ നിന്ന് നമ്മോടുകൂടെ ജീവിക്കുന്ന ആ കർത്താവ് സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനങ്ങൾ എന്റെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലദൽഫിയ ഇടവകയുടെയും അനുശോചനം അറിയിക്കുന്നു. സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ശിശുസഹജമായ സങ്കല്പം സിംഹാസനാരൂഢനായിരിക്കുന്ന ദൈവത്തിന്റെ ചുറ്റും മാലാഖമാർ അവനെ സ്തുതിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നതാണ്. മാലാഖമാർ എന്ന ചിന്തയ്ക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു മൂർത്തിമദ്ഭാവം മാലാഖമാർ കുഞ്ഞുങ്ങളാണ് എന്നതാണ്. ഓരോ ക്രിസ്മസ് കാലയളവിലും ഗബ്രിയേൽ ദൂതനെ ആവിഷ്കരിക്കുമ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളിലൂടെ ഗബ്രിയേൽ മാലാഖയെ ചിത്രീകരിക്കുന്നത് എന്നാണ് ചിന്ത. കുഞ്ഞുങ്ങളും മാലാഖമാരുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് കാണിക്കുന്നു. അലക്സിസ് മോളിന്റെ ഈ വേർപാടിൽ എന്റെ മനസ്സിൽ വരുന്ന ചിന്ത, മാലാഖമാർ സ്വർഗത്തിൽ ദൈവത്തോട് ഒരുമിച്ച് ചരിക്കുമ്പോൾ എങ്ങനെയോ അലക്സിസ് എന്ന മാലാഖ ഈ ലോകത്തിലേക്ക് വഴിതെറ്റി താഴെ വീണു.
ആ 2.5 വർഷക്കാലത്തേക്ക് അവിടെ ആ മാലാഖയെ സൂക്ഷിക്കുവാൻ മാത്രം ഭാഗ്യം ലഭിച്ചതാണ് അലക്സിസിന്റെ മാതാപിതാക്കൾ. അവളുടെ അസാന്നിധ്യം മാലാഖമാരുടെ ഗണത്തിൽ മനസ്സിലാക്കിയപ്പോൾ ദൈവം അവളെ വിളിച്ച് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. She is reinstated to her old position. ഇപ്പോൾ ആ മാലാഖമാരുടെ ഗണത്തിൽ എത്തിച്ചേർന്നതിന് ആഹ്ലാദം അവൾ പങ്കുവയ്ക്കുന്നു. യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട വിഭാഗമായിരുന്നു കുഞ്ഞുങ്ങൾ. യേശു എന്നും നമ്മോട് പറയുന്നത്, ശിശുക്കളെ എന്റെ അടുക്കൽ വിടുവാൻ മടിക്കരുത്, തടയരുത്. സ്വർഗരാജ്യവും ഞാനും അവർക്ക് അവകാശപ്പെട്ടത് എന്നതാണ്. മോളെ യേശു ചോദിച്ചപ്പോൾ നാം മടക്കി അയച്ചിരിക്കുന്നു. ആ മടക്കി അയക്കുന്ന വേർപാട് വേദനാജനകമാണ്. വാക്കുകൾ കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, യുക്തിചിന്തകൾ കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ സാധ്യമല്ല. എന്നാൽ സ്വാർത്ഥതയില്ലാത്ത ഒരു വലിയ സന്തോഷം നമ്മുടെ മനസ്സിൽ മതിക്കട്ടെ. അവൾ യേശുവിനോടുകൂടെ ചേർന്നിരിക്കുന്നു. യേശുവിനെ സ്തുതിക്കുന്ന മാലാഖമാരോട് ചേർന്ന് സ്തുതിക്കുന്നു. ആ വലിയ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരുവാൻ ദൈവം കൃപ നൽകട്ടെ. പ്രത്യേകിച്ച് അലക്സിസിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനാഥനായി വിടാത്ത ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഫിലഡൽഫിയ ബഥേൽ മാർത്തോമ ഇടവകയുടെ അഗാധമായ ദുഃഖവും ആത്മാർത്ഥമായ അനുശോചനവും ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിത്യമായ സമാധാനം കൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കട്ടെ. I'm Sylvia's cousin to listen. I stand here today prepared to speak, but not knowing what I should say. Our family has never lost someone as young as Alexis before. She was our heartbeat, she was our energy, she was our angel. I will always remember her constantly moving around, running inside, running outside, stomping around our house just a few weeks ago. Coming to see her, Ashley, Abel, and Christy was our favorite part of coming up to Philadelphia. We all know how smart she was. Last time I was here, I was sitting on the porch with her. We were talking. My sister came by and she asked me, "What are you two talking about?" I joked with her. We're just discussing philosophy. With these memories, I have sadness. But in that sadness, I find strength. Strength in knowing I am not alone in these moments. I share them with our family, our friends, our community, and everyone here today. We are brought here today by the strength of the love that God has given to us for our child. I say our child, but she's God's child. He wanted her more than we need her. We are blessed for the time that He gave us with her. I look forward to the day that I can sit with her again and continue our discussions. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 14 വരെ. വിശുദ്ധ മത്തായി 18-ാം അധ്യായം 1 മുതൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾക്കുക. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ ഇഷ്ടമല്ല. ഇവിടെ സുവിശേഷ ഭാഗം അവസാനിക്കുന്നു. 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. CSI ക്രൈസ്റ്റ് ചർച്ചിന്റെ ഇടവക വികാരി എന്ന നിലയ്ക്ക് 2 വാക്ക് മാത്രം ഈ കുഞ്ഞിനെ കുറിച്ച് ഓർപ്പിക്കുവാൻ. മരണമെന്ന പ്രതിഭാസത്തെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ലോകത്തിൽ ജനിച്ചുവെങ്കിൽ നാം മരിക്കും. പല തത്വസംഹിതകൾ മരണത്തെക്കുറിച്ച് പല രീതിയിൽ ചിന്തിക്കാറുണ്ട്. ഭൗതിക ശാസ്ത്രം മരണത്തിന് വലിയ പ്രസക്തി നൽകാറുണ്ട്. അതുപോലെ ഈ ലോകത്തിലെ തത്വചിന്തകൾക്കും മരണത്തിന് വലിയ അർത്ഥമില്ല എന്ന് കരുതി. എന്നാൽ യേശു മാത്രമാണ് ഈ മരണത്തെക്കുറിച്ച് ഒരു പുതിയ അർത്ഥം ഈ ലോകത്തിന് നൽകി.
പഴയ നിയമത്തിൽ നോക്കിയാൽ പോലും റിസറക്ഷൻ എന്ന വാക്ക് പഴയ നിയമഭാഗങ്ങളിൽ നിന്നും തന്നെ കൊടുത്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ ആൻഡ് ലൈഫ് ആൻഡ് റിസറക്ഷൻ, ഇറ്റേണൽ ലൈഫ് യേശുവിൽ കൂടെയാണ് ഈ ലോകത്തിന് നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യേശു പറയുന്നു, ഇത് വിശ്വസിക്കാൻ പരിപൂർണമായിട്ട് സ്വതന്ത്രനാകുന്നു. ഇത് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചെറിയ കാര്യം ഓർപ്പിച്ചെന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഈ കുഞ്ഞിനെ ചെന്ന് കാണുമ്പോൾ സാധാരണ പട്ടക്കാരോട് കൊച്ചു കുഞ്ഞുങ്ങൾ വളരെ ദൂരതയിൽ അല്ലെങ്കിൽ ഓടി മറയുന്ന സമയം ഈ കുഞ്ഞ് പ്രത്യേകിച്ച് എന്നോട് എന്തോ ഒരു അടുപ്പം പോലെ കാണിച്ചു. അതിന്റെ ഏറ്റവും പ്രത്യേകത കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളുടെ കൺവെൻഷനെല്ലാം കഴിഞ്ഞ് എൻ്റെ മാതാവ് വീട്ടിൻ്റെ അവിടെ നിൽക്കൊണ്ടപ്പോൾ ഞാൻ ഉമ്മച്ചനെ യാത്രയൊക്കെ താഴോട്ട് വന്നപ്പോൾ ഈ കുഞ്ഞ് ചെയ്ത ഒരു ചെറിയ രസകരമായ എന്നെ വളരെയധികം ചിന്തിച്ചു. ഇവിടെ ഗേറ്റിനകത്ത് നിന്നിട്ട് ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. ആ രണ്ട് കൈയും ആ ഗേറ്റിനകത്തൂടെ എന്നോട് പറയാം, അച്ഛാ എടുത്തു. ഇത് ഒരു പ്രാവശ്യമല്ല 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അച്ഛാ എടുത്തു. ഇപ്പോഴെനിക്കത് മനസ്സിലായി പരിപൂർണമാണ്. She wanted to be free from this world. And all the entanglement or whatever limitations, she wants to break them. പലപ്പോഴും സിമ്പിൾസ് ആയിട്ടാണ് നമ്മുടെ മുന്നിൽ പലതും വരുന്നത്. അതിനെ മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിക്ക് സാധ്യമല്ല. അതിപ്പോൾ പരിപൂർണതയായിരിക്കുകയാണ്. ദൈവരാജ്യത്തിന് ഉടമസ്ഥയായിരിക്കുകയാണ്. ഇപ്പോൾ ദൈവരാജ്യത്ത് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവം അതിന് ആശ്വാസവും സർവബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്താൽ ഇവരെ പ്രത്യേകിച്ച് ശ്രദ്ധയും ആനിയെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിച്ച് എല്ലാവർക്കും എഴുന്നേൽക്കാം. ശുശ്രൂഷയുടെ അടുത്ത ഭാഗം മക്കൾക്ക് വേണ്ടുന്ന എല്ലാ ആശ്വാസവും സമാധാനവും നിന്റെ തിരുസന്നിധിയിൽ നിന്ന് അയച്ചു കൊടുക്കണമേ. I'm honored to represent our family in giving a vote of thanks. It's been a difficult week, very sad, very painful, and very heartbreaking, and we can't even imagine being healed. But the path of healing has already begun, and we thank you for that, for laying that foundation, that one day we will be healed. If you look around, there are many, many people who just represent a small part of just our family. And we thank you for that. We thank our immediate family, our extended family, our community, our church, and our actions from every community for representing goodness and the physical presence of God. We thank you for your phone calls and your home visits. And we ask that you continue to keep us in your prayers as the difficult times still continue. We ask that you would be with us in your thoughts and in your prayers. And till we meet again, may God bless you for your kind words.
കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. മുൻപെനിക്കായൊരു മോക്ഷവീട് നിന്ദലകന്നു ഞാൻ വാഴുമെന്ന് കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയങ്ങ് ഒട്ടുനാൾ കണ്ടു നീട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമേ തിട്ടമാ. മുൻപെനിക്കായൊരു മോക്ഷവീട് നിന്ദലകന്നു ഞാൻ വാഴുമെന്ന് പോകാനേക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമൊന്നുമില്ല. മുൻപെനിക്കായൊരു മോക്ഷവീട് നിന്ദലകന്നു ഞാൻ വാഴുമെന്ന് ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനുള്ള വാഞ്ചിക്കുന്നു. എന്നു ഞാൻ ചെന്നു ചേരുമതിൽ ഇന്ദിരനിക്കാപത്തൊന്നുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് നിന്ദലകന്നു ഞാൻ വാഴുമെന്ന് മൊഴിനേരത്തേക്കുള്ള ലഘുസങ്കടം അനവധി തേജസ്സിഭാഗ്യം തന്നെ കണ്ണീരു കാണുന്നതൊന്നുമില്ല. കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ മുൻപെനിക്കായൊരു മോക്ഷവീട് നിന്ദലകന്നു ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട്, അന്ന് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് നിന്ദലകന്നു ഞാൻ വാഴുമെന്ന്. ഒരിക്കലേവനും മരിക്കും നിർമ്മയം ഒരുങ്ങയാവരും.
തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിച്ചുപോയ നമ്മുടെ ഈ പ്രിയ പൈതലിന്റെ ആത്മാവിനെ തന്റെ അടുക്കിലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തന്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കാൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാരമുള്ള ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു മെസ്സിയ മൂലം നിത്യയിലേക്ക് ഉയർത്തുമെന്നുള്ള നിശ്ചയവും ഉറപ്പുള്ള പ്രത്യാശയോടുകൂടി നാം ഈ പൈതലിന്റെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് പൂഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. പൈതങ്ങളെ പുനത്തിലെടുത്തവനെ അനുഗ്രഹിച്ചതായ കർത്താവായ യേശു മെസ്സിഹായെ നിന്റെ അനന്തമില്ലാത്ത സ്നേഹത്തിന്റെ ശാശ്വത ഭോജങ്ങളിലേക്ക് ഈ പൈതലിനെ എടുത്തുകൊണ്ടിട്ടുള്ള നിന്റെ മഹാനന്മയുടെ തെളിവായി കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി നീ ജീവിച്ചു വാഴുന്നല്ലോ. ഞങ്ങളുടെ പൈതങ്ങളും നിന്റെ വിളി കേൾപ്പാൻ ഒരുങ്ങിയിരിക്കുമാറാകണമേ. നീ അവരെ വിളിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തങ്ങളുടെ രാജാവായി നിന്റെ ഭംഗിയെ കാണേണ്ടതിനും രാവും പകലും നിന്നെ സ്തുതിക്കുന്ന പരിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേരുന്നതിനുമായി എല്ലാ അനുസരണത്തിലും നിഷ്കളങ്കതയിലും നിന്നെ സ്നേഹിക്കുന്നതിനും സേവിക്കുന്നതിനും അവർ പഠിക്കുമാറാകണമേ. സർവശക്തിയുള്ള പിതാവായ ഭൂമിയും വിശ്വസിക്കുന്നു. അവൻ ദൈവം പ്രകാശം സത്യത്തിലുള്ള സത്യവും വിധിക്കപ്പെട്ടവൻ ഉണ്ടാക്കപ്പെട്ടനല്ല അവനുണ്ടായി രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി മനുഷ്യനായി തീർന്നു. മൂന്നാം ദിവസം എഴുന്നേറ്റു സ്വർഗത്തിലേക്ക് പുറപ്പെടുന്നവനും പുത്രനോട് വന്ദിക്കപ്പെട്ട് ബോധപ്പെടുന്നവനും ഹാജരെ കൊണ്ട് പറയിച്ചവനുമായ ആത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. അതിലൂര്യമായ ഉത്സവയിലും ഞാൻ വിശ്വസിക്കുന്നു. വാമനത്തിലെ ഏകവിശ്വസമയം ഞാൻ അനുസരിക്കുന്നു. ഒരുപാട് ലോകത്തിലെ ജീവൻ ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. ദൈവമേ, നിന്റെ വഴികൾ മറഞ്ഞിരിക്കുന്നതും നിന്റെ പ്രവൃത്തികൾ അത്യത്ഭുതകരവുമാകുന്നുവല്ലോ. നീ വ്യർത്ഥമായിട്ടൊന്നും സൃഷ്ടിക്കാത്തവനും നീ ഉണ്ടാക്കിയിട്ടുള്ളതിനെല്ലാം സ്നേഹിക്കുന്നവനുമാകുന്നുവല്ലോ. ഹൃദയം തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഈ നിന്റെ ദാസന്മാരെ ആശ്വസിപ്പിക്കണമേ. ഇവർ ഈ ആയുസിൽ നിന്നെ സ്നേഹിച്ച് ജീവിച്ചിട്ട് വരുവാനുള്ള ആയുസിൽ ഈ പൈതലിനോടുകൂടെ നിന്റെ വാഗ്ദത്തങ്ങളുടെ പൂർണ്ണ നിവൃത്തി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം കൃപയരുളുമാറാകണമേ. നമ്മുടെ പുനരുത്ഥാനോജ്ജീവനുമായ യേശു മശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനോജ്ജീവനുമായ യേശു മശിഹായുടെ ശക്തി നിങ്ങളെ അവന്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനോജ്ജീവനുമായ യേശു മശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. Jaya
കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടുകൂടി പോകാം. അറിയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ. സഖിയെ നീ കാണുന്നു എൻ മിഴികൾ നിറയും നൊമ്പരം, ഇന്നും ഓർക്കുന്നു വീണ്ടും ഓർക്കുന്നു